ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന ഒരു ഫാമിലി ഹാച്ച് ബാക്ക് കാറാണ് കേട്ടോ. സ്വിഫ്റ്റിന് വേറെ പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാവർക്കും അറിയാം സ്വിഫ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന ഒരു ഹാച്ച് ബാക്ക് കാറാണ്. ഇന്ത്യൻ ഫാമിലീസ് പ്രിഫർ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് മാരുതി സുസുക്കി. അവർ തന്നെ ഏറ്റവും വൺ ഓഫ് ദി മോസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് സ്വിഫ്റ്റ്. എല്ലാവരും പ്രിഫർ ചെയ്യുന്നൊരു വണ്ടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ മാരുതി സ്വിഫ്റ്റ് എങ്ങനെയുണ്ടെന്നാണ്, പുതിയ സ്വിഫ്റ്റ് എങ്ങനെയുണ്ടെന്നാണ്. ഓൾ ന്യൂ സ്വിഫ്റ്റാണ്, ഏറ്റവും പുതിയ സ്വിഫ്റ്റ്. 80 bhp പവറും 112 Nm ടോർക്കുമുള്ള ഏറ്റവും പുതിയ ക്ലാംഷെൽ ബോണറ്റ് ഡിസൈനുള്ള സ്വിഫ്റ്റ്. ഈ മോഡൽ സ്വിഫ്റ്റിൻ്റെ പുതിയ VXi ആണ് കേട്ടോ. ഏറ്റവും ടോപ്പ് എൻഡ് അല്ല, VXi മോഡൽ. അപ്പോൾ ഈ VXi മോഡലിൻ്റെ ഈ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. പ്രൊജക്ടർ ഹെഡ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്, ഇൻ്റഗ്രേറ്റഡ് ലൈറ്റ്സ് ആണ്, ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഹാലജൻ ആണ്, ഹണിക്കോമ്പ് ഗ്രില്ല് വരുന്നുണ്ട്, പിന്നെ ക്ലാംഷെൽ ബോണറ്റാണ് വരുന്നത്. ഫ്രണ്ടിൽ തന്നെ സുസുക്കിയുടെ ഒരു ലോഗോ വരുന്നുണ്ട്. ഈ ORVMC തന്നെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട് കേട്ടോ വണ്ടിക്ക്. മൊത്തത്തിൽ ഈ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ പഴയ സ്വിഫ്റ്റിനേക്കാളും ഡിഫറെൻ്റ് ആണ്. കുറച്ചും കൂടെ റൗണ്ട് ചെയ്തിട്ടുണ്ട്, ഷേപ്പ് എല്ലാം കുറച്ചും കൂടെ ആംഗുലർ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു എയർ ഇൻടേക്ക് പോലെയൊക്കെ കൊടുത്ത് നല്ല കുറച്ചും കൂടെ സ്പോർട്ടി ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ആംഗിൾസ് കണ്ടോ, കട്ട് ആൻഡ് ക്രീസൊക്കെ കൊടുത്ത് ഇവിടെയും കുറച്ചുകൂടെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ക്ലാംഷെൽ ബോണറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യമുണ്ട്. ക്ലാംഷെൽ ബോണറ്റ് റിയലി നൈസ്. വണ്ടിയുടെ ഒരു സൈഡ് പ്രൊഫൈൽ വരുന്നത് നേരത്തെ ഡയമെൻഷൻസ് പോലെയൊക്കെ തന്നെയാണ്. വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ നേരത്തെ ഡയമെൻഷൻ പോലെ തന്നെയാണ്, കാര്യമായ ചേഞ്ചസ് ഒന്നുമില്ല. പക്ഷേ ഈ ബോഡി പാനൽസ് കുറച്ചും കൂടെ ആംഗുലർ ആക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു ഷോൾഡർ ലൈൻ പോലെ പോയിട്ട് ആ ഷോൾഡർ ലൈൻ അങ്ങനത്തെ ബാക്കിൽ വന്നാണ് കേട്ടോ എൻഡ് ചെയ്യുന്നത്. കൊള്ളാം, നൈസാണ്. ORVMs ബോഡി കളേർഡ് തന്നെയാണ്, ഹാൻഡിൽസ് ബോഡി കളേർഡാണ്. വീൽസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീൽ വീൽസാണ്. നമുക്ക് കവർ കൊടുത്തിട്ടുണ്ട്. 80R14 വീൽസാണ് കേട്ടോ, ആ ടയേഴ്സാണ് വരുന്നത്. കൊള്ളാം, നൈസായിട്ടുണ്ട്. ഇനി റിയറിലേക്ക് വരുമ്പോഴത്തേനും LED ബ്രേക്ക് ലൈറ്റ് ആണ്, ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സാണ്. ഈ ബാക്കിൽ നിന്നുള്ള ഡിസൈനും അത്യാവശ്യം നന്നായിട്ടുണ്ട് കേട്ടോ. ഒരു ഷാർക്ക് ഫിൻ പോലത്തെ ഒരു ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. അത് ഔട്ട്ഡേറ്റഡും അല്ല, എന്നാൽ നല്ല രസമുണ്ട്. ഇപ്പോൾ ഈ വണ്ടിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷണലായിട്ട് നമ്മളൊരു റിയർ വ്യൂ ക്യാമറ ചെയ്തിട്ടുണ്ട്. ബാക്കിൽ സ്വിഫ്റ്റിൻ്റെ ബാഡ്ജിങ് ഉണ്ട് കേട്ടോ. സ്വിഫ്റ്റിൻ്റെ ലോഗോയും സുസുക്കിയുടെ ബാഡ്ജിങ്ങും ഉണ്ട്. കൊള്ളാം. പാർക്കിംഗ് സെൻസേഴ്സ് 4 എണ്ണം ഉണ്ട്. അപ്പോൾ ഈ സൈഡിലാണ് ഫ്യൂവൽ ഫില്ലിങ്ങിൻ്റെ ഇത് വരുന്നത്. ഇത് പെട്രോൾ വേരിയൻ്റ് ആണ് കേട്ടോ. ഇപ്പോൾ ഈ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ വേരിയൻ്റ് ആണ്. 80 bhp പവറും 112 Nm ടോർക്കുള്ളൊരു എഞ്ചിനാണ്. ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വണ്ടിക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സിലിണ്ടർ എഞ്ചിനാണ്. മാരുതി അവരുടെ ലെജൻഡറി ആയിട്ടുള്ള 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ ചേഞ്ച് ചെയ്ത് 3 സിലിണ്ടറാണ്. 1200 cc ആണ് വണ്ടിക്ക് വരുന്നത്. 1200 cc എഞ്ചിനാണ്. അപ്പോൾ 4 സിലിണ്ടറിൻ്റെ പോലെ അത്രയും സ്മൂത്തർ ആവണമെന്നില്ല 3 സിലിണ്ടർ. നമുക്ക് എന്തായാലും വണ്ടി ഓടിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം, ഇൻറ്റീരിയറിലേക്ക് നോക്കാം കേട്ടോ. ഇൻറ്റീരിയർ ഓക്കെയാണ്. പഴയ സ്വിഫ്റ്റ് പോലെയല്ല, കുറച്ചും കൂടെ റീഅഷ്യൂറിങ് ആണ് കേട്ടോ. അവർ ബോഡി കുറച്ചും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. കയറി ഇരിക്കുവാണെങ്കിലും ഇപ്പോൾ കയറി ഇരിക്കുമ്പോഴേ നമ്മളെ വെൽക്കം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഫ്ലാറ്റ് ബോട്ടം ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് കേട്ടോ. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്. ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. പിന്നെ ഒരു സെൻട്രൽ കൺസോൾ വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, AC വെൻസ് ഡീസൻ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഇപ്പോൾ ടോട്ടലി 6 എയർ ബാഗ് വരുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ 2 എണ്ണം, സൈഡിൽ 2 എണ്ണം, പിന്നെ സീറ്റിൻ്റെ ഇതിൽ 2 എണ്ണം, അങ്ങനെ മൊത്തം 6 എയർ ബാഗാണ് വരുന്നത്. പിന്നെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ കൊള്ളാം. പിന്നെ ഇത് കണ്ടോ, ഇത് കുറച്ചും കൂടെ ഡ്രൈവർ സെൻട്രിക് ആയിട്ടാണ്, ഡ്രൈവറിൻ്റെ സൈഡിലേക്കാണ് ചരിഞ്ഞിരിക്കുന്നത്. ഡ്രൈവറിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിക്കാണ് സെൻട്രൽ കൺസോളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ നമ്മൾ സ്പീഡോമീറ്റർ ഉണ്ട്, ടാക്കോമീറ്റർ ഉണ്ട്, പിന്നെ വാർണിംഗ് ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം വരുന്നതാണ്. ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട് വണ്ടിക്ക്. സ്മാർട്ട് സ്റ്റാർട്ട് സ്റ്റോപ്പ് ഐഡ്ലിങ്ങിൻ്റെ സ്വിച്ച് ഉണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് ഓഫാക്കി ഇടാം. എയർ വെൻസ് കൊടുത്തേക്കുന്നത് നന്നായിട്ടുണ്ട്. സ്വിഫ്റ്റിൻ്റെ ഒരു ആ ഡ്രൈവിംഗ് പൊസിഷൻ ഒന്നും മാറിയിട്ടൊന്നുമില്ല കേട്ടോ. നല്ല അത്യാവശ്യം വിസിബിലിറ്റി ഉണ്ട്. ആ ഇരിക്കുന്ന പൊസിഷൻ, നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ കുറച്ചും കൂടെ സ്പോർട്ടിയാണ്. എപ്പോഴും സ്വിഫ്റ്റ് അങ്ങനെയാണ്. കൊള്ളാം.
വാനിറ്റി കൊടുത്തിട്ടുണ്ട്, ലൈറ്റ്സ് ഉണ്ട്, ഇവിടെ വാനിറ്റി മിറർ ഉണ്ട്, ഗ്രാബ് ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ കൊള്ളാം. നമുക്ക് ജസ്റ്റ് ബാക്ക് സീറ്റിലൊന്ന് കയറിയിരിക്കാം കേട്ടോ. ബാക്ക് സീറ്റിൽ അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ എൻ്റെ സീറ്റിംഗ് പൊസിഷന് വെച്ചേക്കുവാണത്. ഇത്രയും ആമ്പിൾ എമൗണ്ട് ഓഫ് സ്പേസ്, ലെഗ് റൂം ഉണ്ട്. ഞാൻ 5'9" ആണ് എൻ്റെ ഹൈറ്റ്. അപ്പോൾ ടിപ്പിക്കൽ ഇന്ത്യൻ ഹൈറ്റാണ്. അപ്പോൾ ഈ ടിപ്പിക്കൽ ഇന്ത്യൻ ഹൈറ്റിന് ഇത് മോർ ദാൻ സഫിഷ്യൻ്റ് ആണ്. നല്ല ഒരു ആംഗിളൊക്കെ കൊടുത്ത് ഹെഡ് റെസ്റ്റൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം കൊള്ളാവുന്ന സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ ഗ്രാബ് ഹാൻഡിൽ വരുന്നുണ്ട്. 6 പാസഞ്ചേഴ്സിനും സീറ്റ് ബെൽറ്റ് ഉണ്ട് കേട്ടോ. മാരുതി ഇപ്പോൾ സേഫ്റ്റിയിൽ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഈ വണ്ടിയുടെ ബോഡി ക്വാളിറ്റി ആണെങ്കിലും ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്ന സേഫ്റ്റി ഫീച്ചേഴ്സ് ആണെങ്കിലും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പുതിയ വണ്ടിയിൽ വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ല, ട്രാക്ഷൻ കൺട്രോൾ ഈ വണ്ടിക്ക് വരുന്നുണ്ട്. ABS, EBD അതെല്ലാം സ്റ്റാൻഡേർഡായിട്ട് തന്നെ മാരുതി വണ്ടിയിൽ വരുന്നുണ്ട്. അപ്പോൾ സേഫ്റ്റിയിലും കുറച്ചും കൂടെ അപ്ഗ്രേഡ് ആയിട്ടുണ്ട് വണ്ടി. ഇപ്പോൾ സെൻറ്ററിൽ ബാക്കിൽ നമുക്ക് 3 പേർക്കാണ് ഇരിക്കാൻ പറ്റുക. ഈ നടുവിലൊരു ചെറിയൊരു ടണൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നടുവിലെ ഒരു കുട്ടിയായിരിക്കും കുറച്ചും കൂടെ, ഒരു കുട്ടിയെ ഇരുത്താനായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് വണ്ടി ഓടിച്ചിട്ട് പറയാം. നമ്മുടെ ഈ VXi മോഡലിൽ നമുക്ക് മിറേഴ്സ് എല്ലാം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. ORVMസും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ലോക്ക് അൺലോക്ക് ബട്ടണും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ പുതിയ സ്വിഫ്റ്റ് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓടിക്കാൻ നല്ല കംഫർട്ടുണ്ട് വണ്ടി. 3 സിലിണ്ടർ ആയി എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നില്ല. വണ്ടി ഇപ്പോഴും സ്മൂത്ത് തന്നെയാണ്. മാരുതിയുടെ എഞ്ചിനാണല്ലോ ഓബ്വിയസ്ലി. അപ്പോൾ അവർ ഈ 3 സിലിണ്ടർ ആക്കിയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി കുറച്ചും കൂടെ ഇമ്പ്രൂവ്ഡ് മൈലേജ് ആണ്. അപ്പോൾ നമ്മൾ BS6 സ്റ്റാൻഡേർഡ് സ്റ്റേജ് 2 ആണ് ഈ വണ്ടി വരുന്നത്. അപ്പോൾ BS6 സ്റ്റേജ് 2 ആകുമ്പോൾ എമിഷൻ കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഈ എമിഷൻ കൺട്രോളിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് അവർ അതും മൈലേജും ഇതെല്ലാം ക്രൈറ്റീരിയൻ കൺസിഡർ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യൻ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഈ വണ്ടി എടുക്കുന്ന കസ്റ്റമേഴ്സിന് ഒത്തിരി അങ്ങ് പവറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ഒരു പവറിൻ്റെയും മൈലേജിൻ്റെ ഒരു കോമ്പിനേഷൻ എന്നുള്ള രീതിക്ക് ഒരു 80 bhp പവറിന് സെറ്റ് ചെയ്തിട്ട് ഗിയറിങ്ങിൽ കളിച്ച് ഈ വണ്ടിക്ക് അതിന് ആവശ്യത്തിനുള്ളൊരു പിക്കപ്പ് കൊടുക്കുന്ന രീതിക്കും എന്നാൽ 25 കിലോമീറ്റർ ക്ലെയിംഡ് മൈലേജ് ഈ വണ്ടിക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് മൈലേജും ഈ വർദ്ധിച്ചു വരുന്ന ഈ ഇന്ധന ചെലവിൻ്റെ കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് ഒരു വണ്ടി വാങ്ങിക്കുമ്പോൾ എല്ലാവരും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേനും ഈ വണ്ടി ഒരു നല്ലൊരു ബെറ്റർ ചോയ്സാണ്. കാരണം മാരുതിയാണ് ഇതിന് 2-3 മറ്റു ബ്രാൻഡുകളിൽ നിന്ന് വളരെയധികം മാരുതിയെ മുന്നിട്ട് നിർത്തുന്ന 2-3 അപ്സൈഡ് പോയിന്റ്സ് മാരുതിക്കുണ്ട്. അതായത് ഒന്നാമത്തെ മാരുതിയുടെ സെയിൽസ് ആൻഡ് സർവീസ് നെറ്റ്വർക്ക്. അത് ഇന്ത്യയിൽ എവിടെ പോയാലും നല്ല സെയിൽസ് ആൻഡ് സർവീസ് നെറ്റ്വർക്ക് മാരുതിക്കുണ്ട്. അതുപോലെ തന്നെ മാരുതിയുടെ സ്പെയർ പാർട്സ് എവിടെ വേണേലും നമുക്ക് വണ്ടിയുടെ സ്പെയർ പാർട്സ് കിട്ടും. ഇപ്പോൾ ഫോക്സ് വാഗൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്പെയർ പാർട്സ് സപ്പോസ് വണ്ടി ഒന്ന് കംപ്ലൈൻ്റ് ആയി കാരണമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ സ്പെയർ പാർട്ട് അവൈലബിൾ അല്ല. പക്ഷെ നേരെ മറിച്ച് ഇപ്പോൾ മാരുതിയുടെയാണ് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആകുന്നതെന്ന് വിചാരിക്കും, നമുക്ക് ഒന്നിൽ പോപ്പുലറിലുണ്ടാവും, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലുണ്ടാവും, അല്ല അങ്ങനെ മാരുതിയുടെ മേജർ ആയിട്ടുള്ള ഡീലേഴ്സിൻ്റെ എല്ലാവരുടെയും കയ്യിൽ ഈ സ്റ്റോക്സ് എല്ലാം അവൈലബിൾ ആയിരിക്കും. നമുക്ക് ഇപ്പോൾ ഒരു വണ്ടി ആക്സിഡൻ്റ് ആയാൽ പോലും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനുള്ള പ്രോസസ്സ്, അവൈലബിലിറ്റി ഓഫ് സ്പെയർ പാർട്സ് അതൊക്കെ ഭയങ്കര എളുപ്പമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ കസ്റ്റമേഴ്സ് മാരുതി ഇഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മൈലേജ് അതും ഒഴിച്ച് പറയാൻ വിട്ടുപോകാൻ പറ്റാത്തൊരു ഫാക്ടറാണ്. നല്ലൊരു മൈലേജ് ഈ വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു ഫാമിലി കാർ എന്നുള്ള രീതിക്ക് നമ്മളെപ്പോഴും പ്രയോറിറ്റി നമുക്ക് ഫാമിലി ആയിട്ട് എവിടെയെങ്കിലും പോവുക. അപ്പോൾ അതിന് നമുക്ക് ഫസ്റ്റ് ഒരു കാറ് വേണം. ആ ഒരു കാറ് ഫസ്റ്റ് കാർ എന്നുള്ള രീതിക്കാണ് മിക്കവരും മാരുതിയുടെ വണ്ടിയിലേക്ക് വരുന്നത് തന്നെ. അപ്പോൾ ഫസ്റ്റ് കാർ എന്ന് പറഞ്ഞ് വരുമ്പോഴും നമുക്ക് മൈലേജിൻ്റെ ഒരു ഇതും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിലും ഇതുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു വണ്ടി എടുക്കണമെന്ന് ആദ്യമേ ആഗ്രഹം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ സ്വിഫ്റ്റാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഓടിക്കുമ്പോഴും നല്ല രസമുണ്ട് കേട്ടോ വണ്ടി. 3 സിലിണ്ടർ അതിൻ്റെ ഒരു വൈബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നേരത്തെ 4 സിലിണ്ടർ ഓടിച്ചവർക്ക് ചെറിയ വ്യത്യാസം മനസ്സിലാകും. കാരണം 4 സിലിണ്ടർ എന്ന് പറയുമ്പോൾ എപ്പോഴും കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിരിക്കും എഞ്ചിൻ. അതിൻ്റേതായ കുറച്ചും കൂടെ സ്മൂത്ത്നെസ് എപ്പോഴും 4 സിലിണ്ടർ വണ്ടികൾക്കുണ്ടാവും. 3 സിലിണ്ടർ വണ്ടികൾ എപ്പോഴും ഒരു ഇംബാലൻസിലായിരിക്കും എത്രയൊക്കെ ട്യൂൺ ചെയ്താലും ഓടുന്നത്. അപ്പോൾ അതിൻ്റേതായ നേരത്തെ 4 സിലിണ്ടർ ഓടിച്ച ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഈ 3 സിലിണ്ടർ മാരുതി വരുമ്പോഴത്തേനുള്ള ഒരു അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ളൊരു വ്യത്യാസം മനസ്സിലാവുള്ളൂ. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല രസമുണ്ട് വണ്ടി ഓടിക്കാൻ, വളരെ സ്മൂത്താണ്. സസ്പെൻഷൻ ആണെങ്കിലും നല്ലതാണ്.
ഹാൻഡ്ലിങ് കൊള്ളാം. സസ്പെൻഷൻ അത്രയ്ക്ക് സോഫ്റ്റ് അല്ല, എന്നാലും കുഴപ്പമില്ല, അത്രയ്ക്ക് സ്റ്റിഫും അല്ല എന്നുള്ള രീതിക്കാണ്. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞു വരുമായിരുന്നു വണ്ടിയുടെ വിസിബിലിറ്റി. ഇവിടെ നിന്ന് നല്ലൊരു വിസിബിളായിട്ട് ഉള്ളൊരു വിൻഷീൽഡാണ്. ഈ സൈഡാണെങ്കിലും അതെ, നല്ല വിസിബിലിറ്റി ഓഫർ ചെയ്യുന്നുണ്ട് വണ്ടി. പിന്നെ അതുപോലെ തന്നെ ഈ 3 സിലിണ്ടർ ആണെങ്കിലും ഇതിൻ്റെ സ്മൂത്ത്നെസ് കാര്യങ്ങളെല്ലാം നല്ലതാണ്. ഗിയർ ബോക്സ് ഭയങ്കര നല്ലതാണ്, കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടുണ്ട് ഗിയർ ബോക്സ്. പിന്നെ ഈ MIDയും സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസും ഓഫർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ എല്ലാ വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പാരാമീറ്റേഴ്സും നമുക്ക് നമ്മുടെ ഈ MID കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമ്മളൊന്ന് വണ്ടി കാല് കൊടുത്തെടുക്കുകയാണ് കേട്ടോ. ഒരുപാട് കയറ്റുന്നില്ല, 4000 RPM താഴെ നിർത്തുള്ളൂ, കാരണം പുതിയ വണ്ടിയാണ്. നേരത്തെ ഹാൻഡിൽ ചെയ്യുന്ന അതേപോലെ തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് കേട്ടോ വണ്ടി. പഴയ സ്വിഫ്റ്റ് എങ്ങനെയാണോ ഹാൻഡിൽ ചെയ്യുന്നത് അതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൂ. ഈ വണ്ടിക്ക് ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് വീലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മൾ സ്പീഡ് കൂടുമ്പോൾ അതിനനുസരിച്ച് വെയിറ്റ് വെക്കുന്ന രീതിക്കാണ്. പിന്നെ ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്യുന്നുണ്ടല്ലേ, ഒരു കൈ മതി, അല്ലെ ഒരു വിരൽ മതി, അല്ലെങ്കിൽ 1-2 വിരൽ മതി, അത്രയും ലൈറ്റാണ് ഈ സിറ്റിയിലൊക്കെ ഇത് ഓടിച്ചുകൊണ്ട് നടക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റിയറിംഗ് ആണെങ്കിലും അത്യാവശ്യം നല്ലതാണ്. ഫ്ലാറ്റ് ബോട്ടം ആണ് കേട്ടോ, ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് ഈ വണ്ടിക്ക് വരുന്നത്. അപ്പോൾ കുറച്ചും കൂടെ സ്പോർട്ടിയാണ്. സ്വിഫ്റ്റ് മിക്കവരും ഇതുപോലെ സ്പോർട്ടി ആയിട്ടായിരിക്കും ഓടിക്കുന്നത്. ഇപ്പോൾ പുതിയ വണ്ടി ആയതുകൊണ്ട് നമുക്ക് അധികം കാല് കൊടുത്ത് ഓടിക്കാൻ പറ്റില്ല, എന്നാലും നന്നായിട്ട് വണ്ടി കയറുന്നുണ്ട്. ആ 3 സിലിണ്ടറിൻ്റെ ആ ഒരു റമ്പിള് ഒരിത്തിരി ഉണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല കേട്ടോ, അതൊരു ഇഷ്യൂ ആയിട്ട് തോന്നുന്നില്ല. വണ്ടി കയറുന്നുണ്ട്, നല്ല റെസ്പോൺസ് ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ എന്തായാലും ഗൈസ്, അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഒരു മാരുതിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നല്ല സർവീസ് ഉണ്ട്, നല്ല സർവീസ് നെറ്റ്വർക്ക് ഉണ്ട്, അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. ഇപ്പം മാരുതി വണ്ടികൾക്ക് എല്ലാവർക്കും കൊടുക്കുന്ന വിലയ്ക്ക് വർത്താണ്, വാല്യൂ ഫോർ മണിയാണ് വണ്ടി. അപ്പോൾ സർവീസിൻ്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഒരു ഫാമിലി കാർ നിങ്ങൾ നോക്കുകയാണ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ഫസ്റ്റ് കാറും കൂടെയാണ് നോക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കണ്ണും പൂട്ടി എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് സ്വിഫ്റ്റ്. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന വണ്ടി നോക്കുവാണ്, അതിൽ സ്വിഫ്റ്റ് വരുവാണെങ്കിൽ നിങ്ങളൊരു ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ എടുക്കുക. പിന്നെ ഫീച്ചേഴ്സും സർവീസിൻ്റെയും കാര്യത്തിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. സർവീസ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, സർവീസ് ഒരു കൺസ്ട്രെയിൻ തന്നെയാണ്. അപ്പോൾ മാരുതി എൻ്റെയും ഒരു ഫേവറേറ്റ് ബ്രാൻഡാണ്. അപ്പോൾ ഒന്ന് നോക്കുക, ഈ വണ്ടിയുടെ കൺസിഡർ ചെയ്യുക. ബൈ ബൈ.